ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ് ഇല്ലാതാകണം എന്നാഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് BJP ആണ്. ആ കക്ഷിയോടൊപ്പം ചേരുന്ന ആളുകളൊക്കെ സ്വാഭാവികമായും കോൺഗ്രസ് ഇല്ലാതാകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. കോൺഗ്രസ് ഇല്ലാതായാൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ മതനിരപേക്ഷത പൂർണ്ണമായി തകരും എന്നുള്ളത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. വർഗീയ സ്വഭാവത്തിലുള്ള ആളുകളും അധികാരത്തിനോടുള്ള താല്പര്യമുള്ള ആളുകളും കോൺഗ്രസ് ഇല്ലാതാകാൻ ശ്രമിക്കും, രാഹുൽ ഗാന്ധി ഇല്ലാതാകാൻ ശ്രമിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പടിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പിണറായി വിജയൻ. ഞാൻ ആ വിഷയത്തിലേക്കല്ല കടന്നു വരുന്നത്. ഇതിനകത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് NSSൻ്റെയും അല്ലെങ്കിൽ SNDPയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെയാണ്. സ്വാഭാവികമായി അവർ ചെന്നെത്തുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ അവസാനം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പാണ്. ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ SNDPയുടെ നിലപാട് നമ്മൾ കൃത്യമായിട്ട് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണല്ലോ. അതുപോലെ തന്നെ ഇതിന് മുമ്പ് നടന്ന തൃക്കാക്കര തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പാലക്കാട് എത്ര വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത്? പുതുപ്പള്ളിയിൽ എത്ര വോട്ടിനാണ് ജയിച്ചത്? തൃക്കാക്കരയിൽ എത്ര വോട്ടിനാണ്? അതൊക്കെ സിറ്റിംഗ് സീറ്റുകളാണെന്ന് പറയാം. പക്ഷേ നിലമ്പൂരിൽ ഞങ്ങൾ എത്ര വോട്ടിനാണ് ജയിച്ചത്? 10,000-ൽ കൂടുതൽ വോട്ട് ഞങ്ങൾ ജയിച്ചില്ലേ? അപ്പോൾ ഇതിനകത്ത് ഒരു നിലപാട് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്നത്തെ ഒരു ഗുരുതരമായ വിഷയം എന്ന് പറയുന്നത് വർഗീയ ശക്തികൾ ഒരു ഭാഗത്ത് ഒരുമിക്കുന്നു, അതുപോലെ തന്നെ കോൺഗ്രസിനോട് ചേർന്നുള്ള മതേതര സ്വഭാവമുള്ള ഒരു വിഭാഗം ആളുകൾ ഇതിനൊരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം SIRുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി സംസാരിക്കുമ്പോൾ പിണറായി വിജയൻ ഇതേവരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നതിൻ്റെ കാരണവും നമുക്കറിയാം. അപ്പോൾ പിണറായി വിജയൻ എന്താണ് ആഗ്രഹിക്കുന്നത്? പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് 2 പദ്ധതിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുള്ള ഒരു ഹ്രസ്വകാല പദ്ധതി എന്നുള്ളത് തൻ്റെ ഭരണവും തൻ്റെ കുടുംബവും സുരക്ഷിതമായിരിക്കണം, ഇന്ത്യയിൽ മോഡി ഗവൺമെൻറ്റിനകത്ത് സുരക്ഷിതമായിരിക്കണം എന്നൊരു ഗെയിം അദ്ദേഹത്തിനുണ്ട്. രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് കോൺഗ്രസ് ഈ രാജ്യത്ത് അമിത്ഷാ പറഞ്ഞ പോലെ കോൺഗ്രസ് ഇല്ലാതാകണം എന്നാഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതിൻ്റെ ഒരു ഗെയിമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള LDFിനകത്ത് അത്തരത്തിൽ നേതാക്കന്മാരില്ല. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്ന നിഷാദ്, LDFിനകത്തെ വെള്ളാപ്പള്ളിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയായ കുമാരസ്വാമിയുടെ പാർട്ടി ഇപ്പോഴും LDFിൻ്റെ മുന്നണിക്കകത്ത് നിൽക്കുകയാണ്. അവരതിനകത്ത് വിമർശനവും അഭിപ്രായ വ്യത്യാസമൊക്കെ പറയുന്നുണ്ട്. കേരളത്തിൻ്റെ സ്പീക്കർ പിണറായി വിജയനോട് താല്പര്യമുള്ള കക്ഷിയുടേതായതുകൊണ്ട് മാത്രമാണ് അവർ അയോഗ്യരായി നിൽക്കുന്നത്. അതിൻ്റെ സംരക്ഷണം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് കോൺഗ്രസിനെ എങ്ങനെയും തറപറ്റിക്കണം എന്നതിന് BJPയുമായി കൂട്ടിച്ചേർന്നാണ്. ഇവിടെ പറയുമ്പോൾ 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരും. ആ ചർച്ചകൾ എന്താണ് വിഷയം? 15 സീറ്റുകൾ ഞാൻ മത്സരിച്ച വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ 14,000-ഓളം വോട്ടുകൾ CPM ചെയ്ത BJP ഒരു വശത്ത് നിൽക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഗുരുതരമായ വിഷയങ്ങൾ ഇവിടെ നിൽക്കുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളൊരു നിലപാടെടുത്തിട്ടുണ്ട്. സമുദായ സംഘടനകൾക്ക് അവരുടെ ഇഷ്ടമുള്ള നിലപാടുകൾ സ്വീകരിക്കാം. കോൺഗ്രസ് സംബന്ധിച്ചോളം ഒരു തീവ്ര മതേതര നിലപാടുമായി ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ NSSുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമുദായ നേതൃത്വത്തിന് ഇഷ്ടമുള്ള ഏത് നിലപാട് സ്വീകരിച്ചാലും ആ നിലപാടൊന്നും ആ സമുദായത്തിന്റെ ആകെ നിലപാടായി മാറാൻ പോകുന്നില്ല. ജനത്തിനറിയാം ഈ സർക്കാരിനെ. അതുകൊണ്ട് സമുദായ സംഘടനാ നേതാക്കൾ എന്നും പറഞ്ഞോട്ടെ എന്നാണോ നിങ്ങൾ കാണുന്ന നില? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ ഈ NSSുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ വരുന്നത്. പ്രതിപക്ഷ നേതാവ് കൃത്യമായി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. നമുക്കറിയാം ഇവിടെ വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയം, അതുപോലെ തന്നെ പല തെരഞ്ഞെടുപ്പുകൾ നടന്ന സമയത്തൊക്കെ ഞങ്ങളെ പരസ്യമായി NSS പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ ആ പരസ്യമായ പിന്തുണയിൽ വട്ടിയൂർക്കാവ് പോലത്തെ സ്ഥലത്ത് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് NSS മോശമാണ് എന്നുള്ള അഭിപ്രായമല്ല ഞങ്ങൾക്കുള്ളത്. അവിടെ ചില സമയങ്ങളിൽ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ അത് കേരളത്തിൻ്റെ പൊതു വികാരം എന്ന് പറയുന്നത്, വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളുടെ വികാരം എന്ന് പറയുന്നത് സമുദായ നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞതനുസരിച്ചുകൊണ്ടുള്ള ഈ ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കേരളത്തിലെ ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നത്.